ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാൽബൻസിൻ്റെ കണ്ണാടി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വഴിപ്പിക്കാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളാണ് ഒരു ബോർഡ് ഫോം ഷീറ്റ്, പിന്നെ പ്ലാസ്റ്റിക്, പിന്നെ ഒരു കത്രിക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബ്ലേഡ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കണ ഇതിലേക്ക് പോവാം. നമ്മളാദ്യം ഇതിൻ്റെ ഒരു സൈസിന് വെട്ടിയെടുക്കണം. ഇതിൻ്റെ ഒരു സൈസ് പറഞ്ഞാൽ ഇനിയും കൂടെ നമുക്ക് കുറയ്ക്കണം. ഇത്ര നമ്മൾ കുറച്ചതിന് ശേഷം ഇത്ര കട്ടി പാടില്ല. അതാ നമുക്ക് ഇങ്ങനെ അമർത്താം, പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ വെച്ച് നോക്കിയാൽ കറക്റ്റ് അളവാകും. നമ്മൾ ഇത് സൈഡ് വല്ലതും വളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മുറിച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ നമുക്ക് രണ്ടെണ്ണം വേണം. ഒരെണ്ണം നീളം കൂടുതലും ഒരെണ്ണം ഹാഫും വേണം. അപ്പോൾ അത് നമുക്ക് വെട്ടിയെടുക്കാം. പൈസ അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫിറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് കമ്പി ഉണ്ടെങ്കിൽ കമ്പി ഇതിൻ്റെ നടുവ് കൂടെ തുളച്ചിട്ട് വെക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഫ്ലഷ് ക്യൂക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒട്ടിക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ കമ്പിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഫോം ഷീറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കമ്പി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കമ്പിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്ര പോകുന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടണം. ഇത് കമ്പിയില്ലാത്തവർക്കാട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിങ്ങനെ എടുക്കണം. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കണം. അപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കി കഴിഞ്ഞാൽ നടുങ്ങനെ മുറിക്കണം. ഇതേമാതിരി രണ്ട് സൈഡിൽ നമുക്ക് വളച്ചിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മുറിച്ചിട്ട് പശ വെച്ച് ഒട്ടിക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര പീസാണ് വേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ചായിട്ടാണ് ഫസ്റ്റ് ഇതിവിടെ വെച്ചതിന് ശേഷം ഇവിടെ ഒട്ടിക്കണം. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒട്ടിക്കണം. അപ്പോഴാണ് ഒരു കണ്ണാടിയുടെ ഒരു ലുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ചെറുക്കൻ ദേവൂട്ടൻ, കുറുമ്പച്ചൊക്കെ. നമ്മുടെ വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു പയ്യൻ നാളെ പൊടി പോകുന്നു. അപ്പോൾ നമുക്ക് അറ്റകുറ്റപ്പണികളിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കണ്ണാടിയുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കണം. ഒരു പീസ് വെച്ച് ഒട്ടിക്കണം. ഈ പീസ് ഇത് അങ്ങനെ വെച്ച് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇങ്ങനെ വെക്കാനാണ് ഇപ്പോൾ നമ്മൾ ഒട്ടിക്കണത്. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് സൈഡത്തെയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇത്ര നീളം വേണ്ട, ഇത് മുറിച്ച് കളയണം. അപ്പോൾ നമുക്കിത് മുറിച്ച് കളയാം. കുറച്ച് മതി, വളരെ കുറച്ച്, ഇത്ര മതി. അതേ സൈസ് തന്നെ ഇവിടെ മുറിച്ചളയാം. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പം അതേമാതിരി തന്നെ നമുക്ക് ഇതും മുറിക്കണം. ഇതേമാതിരി അപ്പം നമ്മൾ രണ്ടും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇതുമായുള്ള കുറേ വീഡിയോസ് വരുന്നതാവും. ബസ് ഇപ്പോൾ നമ്മളൊരു സെഡാസ്ട്ര ബസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോകൾ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.